നിതിൻ രാജിന്റെ ആത്മഹത്യയെ തുടർന്ന് ദലിത് സംഘടനകളുടെ കൂട്ടായ്മ, ഏതാണ്ട് 52 ദലിത് സംഘടനകളുടെ കൂട്ടായ്മ കേരളത്തിൽ ഇന്നലെ എന്ന് പറഞ്ഞാൽ 28-ാം തീയതി ഏപ്രിൽ മാസം ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു. ആ ഹർത്താലിന് എതിരിൽ അധികൃതർ എടുത്ത നടപടി, പോലീസിന്റെ ഭാഗത്തുനിന്നും കോടതിയുടെ ഭാഗത്തുനിന്നും അടക്കണ്ടായ നടപടി വളരെ കൂടിപ്പോയി എന്ന പരാതി ഉയർന്നിരിക്കുകയാണ്. ഇതിനു മുമ്പും കേരളത്തിൽ പല ഹർത്താലുകളും നടന്നിട്ടുണ്ട്. ശബരിമല വിഷയത്തിൽ കേരളത്തിൽ ഒന്നിലധികം ഹർത്താലുകൾ നടന്നിട്ടുണ്ട്. അന്നൊന്നും കാണിക്കാത്ത വീര്യത്തോടു കൂടി, അന്നൊന്നും കാണിക്കാത്ത ആവേശത്തോടു കൂടിയാണ് പോലീസും ഇന്ന് കോടതി പോലും ഇക്കാര്യത്തിൽ ഇതിനെ നേരിടാൻ ഇറങ്ങിയിരിക്കുന്നത് എന്ന പരാതി ഒന്നിലധികം ദലിത് സംഘടനകളിൽ നിന്നും ആക്ടിവിസ്റ്റുകളിൽ നിന്നും ഇതിനകം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ശബരിമല വിഷയത്തിലും ഹർത്താൽ ഉണ്ടായപ്പോൾ കോടതി ഇടപെട്ടിട്ടുണ്ടെന്നും അതിന് നിർദ്ദേശം നൽകിയ ഹർത്താൽ ആഹ്വാനം ചെയ്തിരുന്ന ശശികല അടക്കമുള്ളവർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നുള്ളതും ശരിയാണ്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. നേരത്തെ ശബരിമല വിഷയത്തിൽ ശശികല അടക്കമുള്ളവർക്ക് നോട്ടീസ് അയച്ചത് പൊതു താല്പര്യ ഹർജി ചിലർ ഫയൽ ചെയ്തതിനു ശേഷമായിരുന്നു. ഇവിടെ ഒരു പൊതു താല്പര്യ ഹർജി പോലും ഫയൽ ചെയ്യാതെ, മറ്റൊരാളും മുന്നിട്ടിറങ്ങാതെ കോടതി തന്നെ സ്വമോട്ടോ ആയിക്കൊണ്ട് ഈ വിഷയത്തിൽ ഇടപെട്ടു. ഇങ്ങനെ ദലിത് പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ പറ്റുമോ എന്ന് തൽപരകക്ഷികൾ, അക്കാഡമിക്കുകളടക്കമുള്ളവർ ചോദ്യം ചോദിക്കുന്നത്. ഈ ഹർത്താലിന് യഥാർത്ഥത്തിലുള്ള കാരണം എന്താണ്? ഡോക്ടർ MK റാം എന്ന് പറയുന്ന ആളാണ് ഇതിലെ ഒന്നാമത്തെ പ്രതി. മറ്റൊന്ന് ഡോക്ടർ സംഗീത നമ്പ്യാരാണ്. ഇവർ രണ്ടുപേരും ഉന്നത കുലജാതരാണെന്നാണ് ഒറ്റനോട്ടത്തിൽ നമുക്ക് വ്യക്തമാവുന്നത്. ഇതിൽ ഡോക്ടർ സംഗീത നമ്പ്യാർക്ക് ഇടക്കാല ജാമ്യം ലഭിക്കുന്നത് വരെ അവർക്കെതിരിൽ കാര്യമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെ ഡോക്ടർ MK റാമിനെ അറസ്റ്റ് ചെയ്യാനോ കണ്ടുപിടിക്കാനോ പോലീസ് ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ചിട്ടില്ല എന്ന പരാതിയുണ്ട്. ഡോക്ടർ റാം ഒരു ഡെന്റിസ്റ്റാണ്, ഡെന്റൽ അനാറ്റമിയിലാണ് അദ്ദേഹത്തിന്റെ ബിരുദം. അദ്ദേഹത്തിന് ജാതിയുടെ വിഷപ്പല്ലുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ജാതിയുടെ വിഷപ്പല്ല് ബാധിച്ച ഉന്നത ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്നൊക്കെയാണ് ഇവിടെയുള്ള പരാതി. നമുക്ക് സുകുമാരക്കുറുപ്പിനെ പോലെ എവിടെയോ, സുകുമാരക്കുറുപ്പിനെ പറ്റി ചിലരൊക്കെ പറയുന്നത് അദ്ദേഹം ഹരിദ്വാറിൽ സന്യാസിയായി താമസിക്കുന്നുണ്ട് എന്നൊക്കെയാണ്. അങ്ങനെ സന്യാസമൊന്നും സ്വീകരിച്ചുകൊണ്ട് MK റാം എങ്ങോട്ടും പോയിട്ടില്ല. അദ്ദേഹത്തെ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ പോലീസിന് കണ്ടെത്താൻ കഴിയുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യയുടെ എല്ലാ സമ്പ്രദായവും ജാതി പ്രിവിലേജിനെ, കാസ്റ്റിന്റെ പ്രിവിലേജിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളത് കുറെ കാലമായിട്ട് നമ്മുടെ സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ തന്നെ ഒരിക്കലും ഒരു പക്ഷേ അതിന്റെ പ്രിവിലേജ് അനുഭവിച്ചിട്ടുണ്ട്. 1994 ഫാറൂഖ് കോളേജിൽ നിന്ന് MA കഴിഞ്ഞ ഉടനെ ഞാൻ സിംബയോസിസിൽ പോയി MDCJ അഥവാ മാസ്റ്റർ ഡിപ്ലോമ ഇൻ കമ്മ്യൂണിക്കേഷൻ ജേർണലിസം എന്ന കോഴ്സ് ചേർന്നിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ ജോലി ലഭിച്ചു. ആ കോഴ്സ് നടുവിൽ വെച്ച് ഉപേക്ഷിച്ച് ഞാൻ കോളേജ് അധ്യാപകനായി. പക്ഷെ ആ സമയത്തിൻ്റെ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഏതാണ്ട് ഞങ്ങൾക്ക് 2 മണിക്കൂറോളം ഒരു അധ്യാപിക വന്നു ക്രിയേറ്റിവിറ്റിയെ പറ്റി മനോഹരമായ ഒരു ക്ലാസ് എടുത്തു. ക്ലാസ്സിനിടയിൽ അവർ പലപ്പോഴും പല കുട്ടികളോടും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയുന്നുണ്ട്. വളരെയധികം ഇൻറ്ററാക്റ്റീവായ ഒരു ക്ലാസ് ആയിരുന്നു. ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരെന്നോട് ചോദിക്കുകയാണ്, സോ ആർ യു എ കേരള ബ്രാഹ്മൺ? നിങ്ങൾ കേരളത്തിലൊരു ബ്രാഹ്മണാണോ എന്ന് ചോദിച്ചു. ഞാൻ അവരെ തിരുത്തി. പക്ഷെ എനിക്ക് അതിനുശേഷം തോന്നിയത്, പ്രത്യേകിച്ച് ഇപ്പോൾ തോന്നുന്നത്, ഒരു ബ്രാഹ്മണാണെന്ന് എന്നെ തെറ്റിദ്ധരിക്കാൻ ഇടയായതായിരിക്കുമോ ആ ക്ലാസ്സിൽ എനിക്ക് മുന്തിയ പരിഗണന കിട്ടാൻ കാരണമായത് ഞാനിപ്പോൾ സംശയിക്കുന്നു. കാരണം ഇന്ത്യയിൽ പ്രശസ്ത സോഷ്യോളജിസ്റ്റായ സതീഷ് ദേശ്പാണ്ഡെ പറഞ്ഞതുപോലെ കാസ്റ്റ് ഈസ് ദ വെരി കാസ്റ്റ് ഓഫ് ദ ഇന്ത്യൻ മൈൻഡ്. കാസ്റ്റ് ഈസ് ദ വെരി കാസ്റ്റ് ഓഫ് ദ ഇന്ത്യൻ മൈൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉദ്ദേശം എന്താ പറഞ്ഞാൽ, ഇന്ത്യൻ മനസ്സിന്റെ മൂശ തന്നെ ജാതിയാണ് തീരുമാനിക്കുന്നത്. ആദ്യത്തെ കാസ്റ്റ് CASTE ആണ്. രണ്ടാമത്തത് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ മൂശ എന്ന് പറയുന്നത് CAST ആണ്. അദ്ദേഹം പറയുന്നു കാസ്റ്റ് ഈസ് ദ വെരി കാസ്റ്റ് ഓഫ് ദ ഇന്ത്യൻ മൈൻഡ്. ഇന്ത്യൻ മനസ്സിന്റെ മൂശ തന്നെ അതാണ്. രണ്ടാളുകൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവരെപ്പോഴും മറ്റുള്ളവരുടെ കാസ്റ്റ് എന്താണെന്ന് കൂടി നോക്കുന്നു. സതീഷ് ദേശ്പാണ്ഡെ തന്നെ മറ്റൊരു അവസരത്തിൽ പറഞ്ഞു, ദ വിസിബിൾ ഇൻവിസിബിലിറ്റി ആൻഡ് ഇൻവിസിബിൾ വിസിബിലിറ്റി ഓഫ് കാസ്റ്റ് മേക്സ് ഇറ്റ് വെരി ഇൻവിൻസിബിൾ. വളരെ നല്ലൊരു വാചകമാണ്. വിസിബിൾ ഇൻവിസിബിലിറ്റി. ഒറ്റനോട്ടം നമുക്ക് കാസ്റ്റ് ഏതാണെന്ന് മനസ്സിലാവില്ല. അതിനൊരു വിസിബിളായ ഇൻവിസിബിലിറ്റി ഉണ്ട്. അതേസമയത്ത് അതിന് ഇൻവിസിബിളായ ഒരു വിസിബിലിറ്റി ഉണ്ട്. എന്നാൽ ഒരാളുടെ പേര് മുഴുവൻ പറയുമ്പോഴേക്ക് ഉത്തരേന്ത്യക്കാർക്ക് മനസ്സിലാവും ഏതാണ് കാസ്റ്റ്. ഉത്തരേന്ത്യക്കാരെല്ലാവരും കാസ്റ്റിനെയും കാസ്റ്റിന്റെ വാല് പേരിന്റെ കൂട്ടത്തിൽ ചേർത്തുകൊണ്ടേ പറയാറുള്ളൂ അവരുടെ പേര്. അതുകൊണ്ട് തന്നെ അതിന് എന്തുണ്ട്, ഒരു ഇൻവിസിബിൾ വിസിബിലിറ്റി ഉണ്ട്. മേക്സ് ഇൻവിൻസിബിൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ അതിനെ തകർക്കാൻ കഴിയാത്ത വളരെ ശക്തമായ ഒരു സ്ഥാപനമായിട്ടുണ്ട്. ഇന്ത്യക്കാരുടെ പ്രജ്ഞയിൽ, ഇന്ത്യയുടെ ചരിത്രത്തിലുടനീളം കാസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. വിൽഡുറാൻഡ് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഓഫ് സിവിലൈസേഷൻ എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദ വേൾഡ്സ് ലോങ്സ്റ്റ് ലാസ്റ്റിംഗ് അരിസ്റ്റോക്രസി ഈസ് ഇന്ത്യസ് ബ്രാഹ്മണിസം എന്നാണ്. ഇന്ത്യയിലെ ബ്രാഹ്മണിസമാണ് ലോകത്തിലെ ഇത്രയും കാലം ഏറ്റവും അധികം എന്ന് പറഞ്ഞാൽ 2000-ഓളം വർഷം കേടുകൂടാതെ, വലിയ പരിക്ക് കൂടാതെ
അതിൻ്റെ പ്രഭ ചോരാതെ നിന്ന ഒരു അരിസ്റ്റോക്രസി എന്ന് വിൽഡ്യൂറാൻഡ് പറയുന്നുണ്ട്. ഇതാണ് അവസ്ഥ. ദി ഹിന്ദി ഹാർട്ട്ലാൻഡ് എന്ന പുസ്തകത്തിൽ ഗസാല വഹാബ് പറയുന്നുണ്ട്, ഉത്തരേന്ത്യയിൽ എത്രത്തോളം കാസ്റ്റ് ആളുകളുടെ ഐഡന്റിറ്റിയും ഫോർച്യൂണും തീരുമാനിക്കുന്നുണ്ട്. ചില വാതിലുകൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്നു, ചില വാതിലുകൾ നിങ്ങൾക്ക് മുമ്പിൽ അടക്കുന്നു. നിങ്ങൾ ഏത് കാസ്റ്റിലാണെന്നതിനെ ആശ്രയിച്ചിരിക്കും. അവർ ഉദാഹരണമായി പറയുന്നത് പ്രശസ്ത ദലിത് എഴുത്തുകാരിയായ മീന കോട്ട്വാളിൻ്റെ ഉദാഹരണം. മീന കോട്ട്വാൾ മറ്റ് പലരെയും പോലെ അവർ എന്തെങ്കിലും സംവരണത്തിൻ്റെ ആനുകൂല്യത്തിലൊന്നും ആയിരുന്നില്ല. അവർക്ക് BBC ഹിന്ദി വിഭാഗത്തിൽ ജോലി ലഭിച്ചിരുന്നത്. അവർ BBC സ്വാഭാവികമായിട്ടും ഒരു വിദേശ ഏജൻസിയാണ്. അവർ കാസ്റ്റൊന്നും നോക്കാതെ എല്ലാവർക്കുമായി നടത്തിയ ഇൻ്റർവ്യൂ, എല്ലാവർക്കും ഒരുപോലെ നടത്തിയിരുന്ന യോഗ്യത പരീക്ഷ, ഇതൊക്കെ പാസ്സായാണ് മീന കോട്ട്വാൾ BBC ജോലി ലഭിക്കുന്നത് അതിൻ്റെ ഹിന്ദി വിഭാഗത്തിൽ. പക്ഷെ ഒരു ദിവസം മീന കോട്ട്വാൾ പറയുകയാണ്, അവരുദ്ധരിച്ചുകൊണ്ട് ഗസാല വഹാബാണ് പറയുന്നത്, അവരുടെ ബോസ്, അവരുടെ സുപ്പീരിയർ അവരെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, നിന്റെ പേരെന്ത്? അവർ മീന കോട്ട്വാൾ എന്ന് പറഞ്ഞു. മീന കോട്ട്വാൾ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ജാതി മനസ്സിലായില്ല. സാധാരണ ഉത്തരേന്ത്യക്കാരുടെ പേരിൽ എല്ലായ്പ്പോഴും ജാതി സൂചിപ്പിക്കുന്ന വാചകങ്ങൾ വാലായിട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞപ്പോൾ ജാതി മനസ്സിലാവാത്തപ്പോൾ അദ്ദേഹം ജാതി ചോദിച്ചു. അവർ ജാതി പറഞ്ഞു. ജാതി പറഞ്ഞതിന് ശേഷം അവരെന്ത് എഴുതി കൊടുത്താലും അതിനെപ്പറ്റി അദ്ദേഹം കുറ്റം പറഞ്ഞു. അദ്ദേഹം മാത്രമല്ല, കൂടെ ഉണ്ടായിരുന്ന മറ്റ് സഹപ്രവർത്തകരും അതിനെ വിമർശിച്ചു. ഇത് കൊള്ളൂല, ഇത് അവിടെ നന്നായിട്ടില്ല, ഇത് ആയിട്ടില്ല, ഇത് ശരിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവർ പ്രസിദ്ധീകരിക്കുന്ന എന്തിനേയും, അവർ പ്രസിദ്ധീകരണത്തിന് വേണ്ടി കൊടുക്കുന്ന എന്തിനേയും നിരുത്സാഹപ്പെടുത്തുന്ന രൂപത്തിൽ, ഡിസ്കറേജ് ചെയ്യുന്ന രൂപത്തിലായിരുന്നു അവർ സംസാരിച്ചത്. അവസാനമായി അവർക്ക് BBC നിന്ന് രാജിവെച്ച് സ്വന്തമായി വെബ് പോർട്ടൽ തുടങ്ങേണ്ടി വന്നു. ഈ പുസ്തകത്തിൽ തന്നെ, ഗസാല വഹാബിൻ്റെ ദി ഹിന്ദി ഹാർട്ട്ലാൻഡ് എന്ന പുസ്തകത്തിൽ തന്നെ ദലിത് ആക്ടിവിസ്റ്റായ ബൻവാർ മാഗ്വൻഷി എന്ന ആളെ അവർ ഉദ്ധരിക്കുന്നുണ്ട്. മാഗ്വൻഷി പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ എല്ലാ സമുദായങ്ങൾക്കിടയിലും ജാതിയുണ്ട്. ഉത്തരേന്ത്യയിൽ പോയിട്ടുണ്ട്, അവിടുത്തെ മുസ്ലിങ്ങൾക്കിടയിലും ബുദ്ധമതക്കാർക്കിടയിലും സിഖുകാർക്കിടയിലും ഒക്കെ ജാതിയുണ്ട്. പക്ഷേ ഹിന്ദുമതം ജാതിയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് എന്നായിരുന്നു ബൻവർ മെഗ്വൻഷിയുടെ പരാതി. ഇത് ഉത്തരേന്ത്യയിൽ പല വാതിലുകളും തുറക്കാനും പല വാതിലുകളും നിങ്ങൾക്ക് മുമ്പിൽ അടക്കാനും കാരണമാവും. ഇന്ത്യൻ മാർക്സിസത്തെ പറ്റി പോലും അംബേദ്കറിന്റെ പരാതി അതായിരുന്നു. കാരണം മാർക്സും പോലും, ഇന്ത്യയിൽ മാർക്സിസം പോലും ഏതാനും ബ്രാഹ്മണ കുട്ടികളുടെ, ബ്രാഹ്മണ പയ്യന്മാരുടെ ലീലാവിലാസമാണ്, അഥവാ കളി തമാശയാണെന്ന് ഒരിക്കൽ അംബേദ്കർ പറഞ്ഞിരുന്നു. കേരളത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ CH പറഞ്ഞിരുന്നു, EMSന്റെ പൂണിലുള്ള അദ്ദേഹത്തിന്റെ വയറ്റിനകത്താണ് എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് ചിന്ത പോലും പലപ്പോഴും ജാതി ചിന്തകൾക്ക് വഴിമാറും. തൻ്റെ അനുഭവം ഗസാല വഹാബ് തന്നെ പറയുന്നുണ്ട്. ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അവർ ചേർന്നപ്പോൾ അവരുടെ ക്ലാസ്സിൽ സഹപാഠിയായി ഒരു ദലിത് വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. വളരെ പതുങ്ങിയും വളരെ ഒതുങ്ങിയും നിന്നിരുന്ന ആ ദലിത് വിദ്യാർത്ഥിനി ഒന്നാമത്തെ ദിവസം തന്നെ ഒരു അധ്യാപകൻ വന്നു. വളരെ ഊർജ്ജസ്വലനായ അധ്യാപകനായിരുന്നു. എല്ലാവരുടെയും ഹൃദയം അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ട് കീഴടക്കി. ആദ്യ ദിവസം തന്നെ എല്ലാവരോടും പരിചയപ്പെടാൻ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ അടുത്തെത്തിയപ്പോൾ അവരുടെ ജാതി അറിയാൻ അദ്ദേഹം അവസാന പേര് വരെ ചോദിച്ചു. പെൺകുട്ടി അവസാനം പേര് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിയെ കുറേ നേരം നിർത്തി, ഏറെ നേരം വിചാരണ ചെയ്തു. ആ ദിവസം തന്നെ ആ പെൺകുട്ടി പൂർണ്ണമായും പതുങ്ങിപ്പോയിരുന്നു, പരുങ്ങിപ്പോയിരുന്നു. ഇടവേള സമയമായപ്പോൾ മറ്റു കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ഗസാല വഹാബ് കേൾക്കുന്നു. ഈ കുട്ടി നമ്മുടെ സീറ്റ് അപഹരിച്ചതാണ്, അവർ റിസർവേഷൻ്റെ അഥവാ സംവരണത്തിൻ്റെ ആനുകൂല്യം പറ്റി അർഹതയുള്ളവരുടെ സീറ്റ് അപഹരിച്ചെടുത്തതാണ് എന്ന നിലക്കാണ് കുട്ടികൾ സംസാരിച്ചിരുന്നത്. ആ കുട്ടിക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കൂട്ടുകാരികളൊന്നും കിട്ടില്ല. ഗസാല പറയുകയാണ്, എനിക്ക് അവരോട് അനുഭാവം തോന്നി, സഹതാപം തോന്നി, പക്ഷെ ഞാൻ അവരുടെ കൂട്ടിന് പോയില്ല, മറിച്ച് ഭൂരിപക്ഷത്തോടൊപ്പം ഞാൻ നിൽക്കുകയാണ് ചെയ്തത്. ഒരു സെമസ്റ്റർ കഴിഞ്ഞു, അവർ പരീക്ഷയിൽ വേണ്ടതുപോലെ അവർക്ക് നല്ല മാർക്കൊന്നും കിട്ടാൻ പറ്റിയില്ല. സ്വാഭാവികമായിട്ട് അധ്യാപകരുടെ ഒക്കെ ആറ്റിറ്റ്യൂഡ് അതായിരുന്നു. ഒരു സെമസ്റ്ററിന് ശേഷം അവർ ഡ്രോപ്പ് ഔട്ട് ആവുകയും ചെയ്തു. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനൊക്കെ എതിരെയുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് ദലിത് സംഘടനകൾ, 52ഓളം ദലിത് സംഘടനകൾ ആഹ്വാനം ചെയ്തിരുന്ന ഈ ഹർത്താൽ. ഹർത്താൽ നമുക്ക് മൊത്തത്തിൽ ഹർത്താലുകൾ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്നു, ഹർത്താൽ ഒരു സമരരീതിയായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെതായ അഥവാ കീഴാളൻ്റെ പ്രതിഷേധത്തിൻ്റെതായ ഒരു ശബ്ദം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും കീഴാളൻ്റെയും മേലാളൻ്റെയും സമരങ്ങളെ നാം ഒരുപോലെയല്ല കാണാറുള്ളത്. അടിയാളനും ഉടയാളനും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എപ്പോഴും രണ്ട് കണ്ണോടുകൂടിയാണ് അധികൃതരും അല്ലാത്തവരും അവരെ നോക്കിക്കാണുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ മതപരിവർത്തനത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ തന്നെ പശ്ചാത്ത മുസ്ലിങ്ങളാണ് ഉത്തരേന്ത്യയിലെ 85% മുസ്ലിങ്ങൾ. ഈ പശ്ചാത്തകളൊക്കെ തന്നെ ജാതിയുടെ ഒപ്രഷൻ, ജാതി പീഡനം സഹിക്കവയ്യാതെയാണ് മതം മാറിയത് എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ ഒക്കെ വക്താക്കൾ പറയാറുണ്ട്, അത് ചിലപ്പോൾ ശരിയായിരിക്കും. അവർ പറയുന്നത് ഹിന്ദു മതത്തിൽ ജാതിയില്ല, ജാതി വിഭജനം യഥാർത്ഥത്തില്ല, മറിച്ച് വർണ്ണ വിഭജനമേ ഉള്ളൂ. വർണ്ണ വിഭജനമാവട്ടെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ ഒരാളുടെ ജനനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്ന് പറയുന്നത്.
അപ്പം അങ്ങനെയാണെങ്കിൽ ABVP അടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, സവർണ ഹിന്ദുക്കളെ ധാരാളമായി ഹിന്ദു സംഘടനകളെ പ്രതിനിധീകരിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ, അവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ ജാതി വിവേചനത്തിനെതിരെ, ഈ ജാതി ഡിസ്ക്രിമിനേഷനെതിരെ അവർ ശക്തമായി പ്രതിഷേധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അവരെവിടെ അങ്ങനെ പ്രതിഷേധിക്കുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ ഈ അടുത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഇതിൽപ്പെട്ട ABVP അടക്കമുള്ള സംഘടനകളിൽപ്പെട്ട കുറേ ആളുകൾ ഒരു ബ്രാഹ്മണ അഭിമാനത്തിൻ്റെതായ ഒരു പ്രകടനം നടത്തുകയും അതിന് മുൻനിരയിൽ അവരൊക്കെ ഉണ്ടാവുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ഇപ്പം ഈ അടുത്ത് അലഹബാദ് ഹൈക്കോടതി ഉത്തർപ്രദേശിലെ പോലീസുകാരോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. നിങ്ങൾ വെറുതെ എവിടെയെങ്കിലും ഒരാണും പെണ്ണും ഏതെങ്കിലും പാർക്കിലൊക്കെ കൂടിയിരിക്കുകയാണെങ്കിൽ അവരെ ശല്യം ചെയ്യാൻ പോവാതെ, എന്നാൽ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷം അവിടെ ആൻറ്റി റോമിയോ സ്ക്വാഡുകളുണ്ട്. ഇവരുടെ ജോലി എന്താണെന്ന് പാർക്കിലോ ഏതോ സ്വകാര്യ സ്ഥലത്തോ ഒരാൺകുട്ടിയോ പെൺകുട്ടിയോ കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഓടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഏതോ റോമിയോകളുടെ പിന്നാലെ പോവാതെ, ഏതോ കമിതാക്കളുടെ പിന്നാലെ പോവാതെ നിങ്ങളിൽ ഏൽപ്പിച്ച ജോലി നിർവഹിക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ ABVP ഉള്ള സംഘടനകൾ, ഹിന്ദുത്വ സംഘടനകൾ എന്ന് സാധാരണ പറയുന്ന സംഘടനകൾ, അവർ പറയുന്നുണ്ട് ഹിന്ദു മതത്തിൽ ജാതി വ്യവസ്ഥയില്ല, മറിച്ച് വർണ്ണ വ്യവസ്ഥയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ജാതി വ്യവസ്ഥക്കെതിരിൽ എന്തുകൊണ്ട് അവർ പൊരുതുന്നില്ല? അവർ എവിടെയെങ്കിലും ഉള്ള ഏതോ ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയ കെട്ടുകഥകളുടെ പിന്നാലെ പോവുകയാണോ വേണ്ടത്? ഏതെങ്കിലും രണ്ട് പെൺകുട്ടികളോ ആൺകുട്ടിയും തമ്മിൽ സംസാരിക്കുന്നത് നോക്കുകയാണോ വേണ്ടത്? മറിച്ച് ഇത്തരത്തിലുള്ള സാമൂഹിക തിന്മകൾക്കെതിരെ അവർ പോരാടേണ്ടതില്ലേ? പോരാടിയിരുന്നെങ്കിൽ അവർ ചെയ്യുന്ന ഒരു ചരിത്രപരമായ ദൗത്യമായിരിക്കില്ല അത്. അതല്ലാതെ അവർ എവിടെ ലവ് ജിഹാദ് നടക്കുന്നത്, ഇവിടെ ലവ് ജിഹാദ് നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പെരുമ്പറ മുഴക്കിയാണോ വേണ്ടത്? ഈ സമൂഹത്തിൽ ബാധിച്ചിരിക്കുന്ന ഈ പുഴുക്കുത്തിനെതിരിൽ അവർ പൊരുതേണ്ടതില്ലേ? അങ്ങനെയാണെങ്കിൽ കാസ്റ്റ് ഇസ് ദ വെരി കാസ്റ്റ് ഓഫ് ദ ഇന്ത്യൻ മൈൻഡ് എന്ന് സതീഷ് ദേശ്പാണ്ഡെ പോലെയുള്ള പറഞ്ഞതിനെ തിരുത്താൻ അവർക്ക് കഴിയില്ലേ എന്നാണ് ചോദിക്കാനുള്ളത്. ജയ് ഹിന്ദ്.